ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് വീഡിയോ എടുത്തത് ഇങ്ങനെ ഷോർട്സൊക്കെ കണ്ടിട്ട് കോളേജിനെ പറ്റി കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം. ഡീറ്റെയിൽ ആയിട്ടല്ല, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ. നീ വന്നപ്പോൾ എങ്ങനെയായിരുന്നു കോളേജിനെ പറ്റി? കോളേജിനെ പറ്റി ഒത്തിരി എക്സ്പെക്ടേഷനോടൊന്നും അല്ല വന്നത്. എന്നാലും കുഴപ്പമില്ലാത്തൊരു കോളേജാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അതിൻ്റേതായ കുറച്ച് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത്, ഇപ്പം ഞാനിപ്പം കൊല്ലത്തു നിന്നാണ് വന്നേ. അപ്പം എനിക്കിപ്പം ഹോസ്റ്റലിൽ കോളേജ് നോക്കാൻ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് ഇവിടെ ബിൽഡിങ് കുറേ ഉണ്ട്. അപ്പം അതെല്ലാം നമ്മുടെ കോളേജാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ചെറിയ ക്യാമ്പസ്, ചെറിയ കോളേജ്. അതുകൊണ്ട് ഒത്തിരി ക്യാമ്പസ് ലൈഫ് ഒന്നും എക്സ്പെക്ട് ചെയ്യാനൊന്നുമില്ല. എല്ലാം ഈ കോളേജിൻ്റെ ക്ലാസ്സിൻ്റെ ഇട്ടാവട്ടത്തുള്ളതേ ഉള്ളൂ. കുഞ്ഞു കോളേജാണ്. ക്ലാസ്സും ഒക്കെ നല്ല വലിയ ക്ലാസ്സാണ്. എന്നാലും ഒരുപാട് റൂംസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ആകെ 5 ഇയർ LLBയും 3 ഇയർ LLBയും LLM കാര്യം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് എൻട്രൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻട്രി. നമ്മൾ കോളേജാണ് കാണുന്നത്. ഇവിടെ ബസ് സ്റ്റോപ്പും ഉണ്ട്, ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. പിന്നെ മിക്കവർക്കും ഉള്ള ഡൗട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അത് അങ്ങ് ആ കാണുന്നിടത്താണ്. അത് ഞാൻ വീഡിയോയിൽ പിന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫ്രീ ലീഗൽ എയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ റാങ്ക് ഹോൾഡേഴ്സാണ്. പിന്നെ ഇതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, എനിക്ക് കൺഫ്യൂഷൻ ആയത്. ഇതൊന്നും നമ്മളെ കോളേജിൻ്റെ ഭാഗമല്ല. ഇവിടെയൊക്കെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇരിക്കാനും ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് ബർസാൻ്റെ വീട്. പിന്നെ ഒരു ചാപ്പലുണ്ട്, അതിൻ്റെ ബാക്കിൽ ലേഡീസ് ഹോസ്റ്റലുണ്ട്. പിന്നെ ഒരു ആശാഭവനുണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് കയറാനുള്ള വഴിയാണ്. മുകളിലോട്ട് കയറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ സീനിയർ ബ്ലോക്ക്. അപ്പോൾ ഈ ഒരു ഏരിയ പറയുന്നത് അംബേദ്കർ സർക്കിൾ എന്നാണ്. പിന്നെ അത് നമ്മുടെ ലൈബ്രറിയാണ്. അവിടെ അത്യാവശ്യം വലിയ ലൈബ്രറിയാണ്, ബുക്സൊക്കെ ഒരുപാട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 10 ക്ലാസ്സസും 2 സ്റ്റാഫ് റൂമും ലൈബ്രറി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ലേഡീസ് ഹോസ്റ്റലാണ്. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ലേഡീസ് ഹോസ്റ്റലിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലോട്ടുള്ള വഴി. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സെക്കൻഡ് ഇയറിലെ റെപ്പുമാരാണ്. പിന്നെ ഇതാണ് 3 ഇയർ LLBയുടെ ഫസ്റ്റ് ഇയറും. മുകളിൽ 2 റൂമുണ്ട്. അത് 5 ഇയർ LLBയുടെ ഫസ്റ്റ് ഇയേഴ്സും BCom BA ആണ്. പിന്നെ ഇത് മ്യൂസിക് കോർണർ. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ആ കാണുന്ന നമ്മുടെ JC മിസ്സാണ്, വൈസ് പ്രിൻസിപ്പളാണ്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞ് ക്യാൻറ്റീനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തുറക്കത്തുള്ളൂ. പിന്നെ ഇവിടെ വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നാരങ്ങ വെള്ളം, ചായ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ്. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഇവിടെയാണ് ഓഫീസും എല്ലാം ഉള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. കോളേജ് എങ്ങനെയുണ്ട്? കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു സെൽഫ് ഫിനാൻസിങ് ലോ കോളേജാണ്. അതിൻ്റെതായ കുറേ ലിമിറ്റേഷൻസ് ഈ കോളേജിലുണ്ട്. പിന്നെ കോളേജ് തുടങ്ങിയിട്ട് 10 വർഷം അടുത്തേ ആയിട്ടുള്ളൂ. ആ 10 വർഷത്തിനുള്ളിൽ ഇതിന് മാക്സിമം പുരോഗതി അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമുക്ക് വേറെ ലിമിറ്റേഷനും കാര്യമൊന്നുമില്ല. നമ്മുടെ യൂണിഫോമിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതെ, ഫ്രീഡം ഉണ്ട്. നീ എത്രാമത്തെ ഇയറാ? ഞാൻ 3rd ഇയർ, അല്ല 2nd ഇയർ. എടാ, ഇവിടുത്തെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും പല പല ജില്ലയിൽ നിന്നാണ് എല്ലാവരും പഠിക്കാൻ വരുന്നത്. അപ്പൊ എല്ലാരും തിരുവനന്തപുരം, കണ്ണൂര്, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, എല്ലാരും ഈ കോളേജാണ്. ഈ കോളേജിലാണ് എല്ലാവരും പഠിക്കാൻ വരുന്നത്. അപ്പൊ പല മൈൻഡിലുള്ള എല്ലാവരും ആയിരിക്കും ഒരുമിച്ച് ഈ ക്ലാസ് വരുന്നത്. ഒരു വർഷം എല്ലാവരും ഓരോ കൂട്ടായിരിക്കും, അത് പിന്നെ മാറും. പിന്നെ ഓരോരുത്തരും ഓരോ കൂട്ടാവും. പിന്നെ ഓരോരുത്തരും മനസ്സൂരിക്കും. എല്ലാവരും നന്നായിട്ടൊക്കെ വരും അല്ലേ കൃഷിയാ. ഇവിടെ 3 ഇയർ യൂണിറ്ററി ഉണ്ട്. എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ് വരണവർക്കും ഉണ്ട്. അടുത്ത് 5 ഇയർ കോഴ്സ് ഉണ്ട്. +2 കഴിഞ്ഞിട്ട് നേരെ വരണവർക്ക് 5 വർഷമാണ് പഠിക്കുന്നത്. BA ഉണ്ട്, BCom ഉണ്ട്, 5 വർഷമുണ്ട്. 3 ഇയർ വരുന്നവർക്ക് 3 വർഷമാണ് പഠിക്കാനുള്ള. അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ LLM ഉണ്ട്. LLM ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ LLM ഉണ്ട്. പിന്നെ ഇവരായിട്ട് ഒരു സ്ഥാപനമുണ്ട്, ഒരു ആശാഭവൻ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഗേൾസ് ഹോസ്റ്റൽ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടാം. ഇപ്പം കോളേജ് മാത്രം ഒന്ന് ടൂർ മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ.